അഷ്കർ അലി കരീം, യൂട്യൂബിലും PV അൻവറിനെ കാണാനായി ഒരുപാട് പേർ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട്. റോഡ് ഷോ എങ്ങനെ പോകുന്നു? സുജയ, PV അൻവർ റോഡ് ഷോ ചന്തക്കുന്നൊക്കെ കഴിഞ്ഞ് നിലമ്പൂർ നഗരം പിന്നിട്ട് ചുങ്കത്തറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആൾക്കൂട്ടത്താണ് നിർത്തിക്കൊണ്ട് തന്നെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നു. നമ്മൾ കണ്ടതുപോലെ ആദ്യം നമ്മൾ കോടതിപ്പടിയിൽ നിന്നും അതുപോലെ തന്നെ ജനതാപ്പടി കീർത്തിപ്പടി ഭാഗങ്ങളിൽ നിന്നാണ് PV അൻവറിന്റെ റോഡ് ഷോ കാണിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കരുളായി പഞ്ചായത്തിൽ നിന്നും അമ്രമ്പലത്തിൽ നിന്നുള്ള റോഡ് ഷോകൾ കൂടി PV അൻവറിന്റെ റോഡ് ഷോയുടെ ഭാഗമാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ചന്തക്കുന്നൊക്കെ പിന്നിട്ടതോടെ വലിയൊരു റോഡ് ഷോ ആയി PV അൻവറിന്റെ റോഡ് ഷോ മാറിയിരിക്കുന്നു. അല്പസമയം തന്നെ സമയത്തിനന്തരം ചുങ്കത്തറയിലേക്കായിരിക്കും PV അൻവറിന്റെ പോകുന്നത്. ഇനി അല്പദൂരം ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ്. അത് കടന്നു പോകുന്നത് വരെ അതിവേഗത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായി അൻവറിന്റെ ഈ റോഡ് ഷോ മാറിയിരിക്കുന്നു. ആദ്യ ദിവസം മുതൽ PV അൻവറിനോട് നമ്മൾ ഓരോ മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു, എന്താണ് ഒരു പരസ്യ പ്രചാരണം ഉണ്ടാവുക എന്നുള്ളത്. കാരണം വ്യക്തിഗത മീറ്റിങ്ങുകളിൽ ഊന്നിക്കൊണ്ടായിരുന്നു PV അൻവറിന്റെ മുഴുവൻ പ്രചാരണം ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ പോകാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ശക്തമായൊരു പരസ്യ പ്രകടനമായി PV അൻവർ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ശക്തി പ്രകടനം തന്നെ നടത്തുന്നു PV അൻവറിന്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് PV അൻവറിന്റെ റോഡ് ഷോ യൂസഫ് പത്താനെ തന്നെ മുൻനിർത്തിയുള്ള റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുജയ, ഒരു കാര്യം വ്യക്തമാണ്, ഒരു ചിത്രം വ്യക്തമാണ്. ത്രികോണ മത്സരത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പോലും തൻ്റെ ആൾബലം കാണിച്ചുകൊണ്ട് ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു ചതുർകോണ മത്സരത്തിലേക്ക് നിലമ്പൂരിൻ്റെ ചിത്രം, രാഷ്ട്രീയ ചിത്രത്തെ മാറ്റാൻ PV അൻവറിന്റെ ഈ റോഡ് ഷോയിലൂടെ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം മുതൽ തന്നെ അങ്ങനെയാണെങ്കിൽ അഷ്കർ അലി, അത് കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടമായി കൂടി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടി വരും. PV അൻവർ ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ PC ജോർജ് പൂഞ്ഞാറിൽ കാട്ടിയ ആ ഒരു മാസിനപ്പുറം വരുന്ന മറ്റൊരു മാസം. കാരണം മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഇവിടെ PV അൻവർ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിണറായി സത്തിനെതിരെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്ത് UDF-ലേക്ക് തന്നെ കൂട്ടാതിരുന്ന VD സതീശനെതിരെയുമാണ് ഏറ്റവും കൂടുതൽ അൻവറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടത്. ഈ റോഡ് ഷോയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൂടുകയാണോ അൻവറിന്? സുജയ, പൂർണ്ണമായും ഗ്രൗണ്ട് ഇളക്കിയുള്ളൊരു പ്രചാരണമായി ഇന്നത്തെ റോഡ് ഷോ മാറി എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ തൃണമൂൽ ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. കാരണം ഇപ്പോൾ നിലമ്പൂർ നഗരസഭ പിന്നിട്ടിട്ടേ ഉള്ളൂ. ഇനി ചുങ്കത്തറയും എടക്കരയും അതുപോലെ തന്നെ വഴിക്കടം ഒക്കെ ഉണ്ട്. വഴിക്കടം എന്ന് പറയുന്നത് PV അൻവർ ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന ശക്തമായ തട്ടകമാണ് വഴിക്കട പഞ്ചായത്ത്. അവിടെയാണ് ഇന്നത്തെ പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. റോഡ് ഷോയുടെ സമാപനവും വഴിക്കടവിലാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും നിലമ്പൂരിലുള്ള നിലവിലെ രാഷ്ട്രീയ ചിത്രം അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം ദീപക് മലയമ്മയും ഉണ്ട്. ദീപക് മലയമ്മ, മുന്നണികളുടെയൊക്കെ ചങ്കിടിപ്പ് ഇപ്പോൾ കൂടി എല്ലാവരുടെയും BP ഒക്കെ ഒന്ന് ഷൂട്ടപ്പ് ആവുന്ന രീതിയിലാണല്ലോ ഈ പ്രകടനം പോകുന്നത്. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി നമ്മൾ കാണുന്നത് ഇതേ ആവേശത്തിൽ റോഡ് ഷോ പോകുന്നതാണ്. ഒരു മഴക്കാലത്താണ് ഈ റോഡ് ഷോയിൽ ഇത്രയധികം പങ്കാളിത്തം നമ്മൾ കാണുന്നത് എന്നതുകൂടി മുന്നണികൾ കാണുന്നുണ്ടാകുമല്ലോ, അല്ലേ ദീപക്? തീർച്ചയായും അങ്ങനെ തന്നെ കാണുന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കടന്നു വന്ന ഓരോ പോയിന്റുകളിലും കൃത്യമായി തന്നെ ആളുകൾ കാത്തു നിൽക്കുകയും PV അൻവറിനെ അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം പിന്തുണയുണ്ട്, അത് ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമല്ലാതെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് എത്രയാണ് എന്നുള്ള ചോദ്യമൊക്കെയാണ് പൊതുവെ അവശേഷിച്ചിരുന്നത്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും PV അൻവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കരിമ്പുഴ കടന്ന് ചുങ്കത്തറയിലേക്ക് എത്താനുള്ള വഴിയിലാണ് PV അൻവർ ഉള്ളത്, വനപാതയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അല്പ വേഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. എങ്ങനെയാണോ കോടതിപ്പടിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആവേശം, ആ ആവേശം കുറച്ചുകൂടി കൂടി എന്നുള്ളത് ഒഴിച്ചാൽ അല്പം പോലും കുറയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പാതയോരത്തെ കാത്തു നിൽക്കുകയും അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിലേറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയത് ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ യൂസഫ് പത്താൻ പല ഘട്ടങ്ങളിലും PV അൻവറുമായി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഓരോ കാഴ്ചകളും യൂസഫ് പത്താനെ സംബന്ധിച്ചും പുതിയ അനുഭവങ്ങളാണ്. അത്തരം അനുഭവങ്ങൾ കൂടി ഈ ഒരു റോഡ് ഷോ സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ കൂടിയിരിക്കുന്ന ജനത മുഴുവൻ PV അൻവറിനൊപ്പം വോട്ടായി നിൽക്കുമോ എന്നുള്ളതാണ്. PV അൻവറിനൊപ്പം വോട്ടായി നിൽക്കുന്നതിനപ്പുറത്ത് മാത്രമാണോ ഇത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വേണമെങ്കിൽ 19-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴായിരിക്കും കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. 23-ാം തീയതിയാണ്. മഴ വീണ്ടും പെയ്യുകയാണോ? മഴയിലും ചോരാത്ത ആവേശത്തോടെ ആ റോഡ് ഷോ മുന്നോട്ട് പോവുകയാണ്. മഴ പൊടിഞ്ഞു തുടങ്ങിയോ വീണ്ടും?
ചാറ്റൽ മഴ മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ഇത് വോട്ടാകും എന്നുള്ള സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഒരു പ്രവർത്തകന്റെ പ്രതികരണമാണ് കേട്ടത്. ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നേരത്തെ പി വി അൻവർ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾ, തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് തനിക്ക് പിൻബലം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ആ പിൻബലം പൂർണ്ണമായും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് വോട്ടർമാരുടെ പ്രതികരണങ്ങളുമുള്ളത്. ഇപ്പോൾ 70,000 വോട്ട് എന്നുള്ളതായിരുന്നു നേരത്തെ പി വി അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കൃത്യമായ ത്രികോണ മത്സരത്തിലേക്ക് എത്തുമ്പോൾ 75,000 വോട്ട് വേണ്ട എന്നുള്ളത് നിലമ്പൂരിന്റെ ആ മലയോര മേഖലയുടെ നിലമ്പൂരിന്റെ കാടുകളുടെ സൗന്ദര്യം കാട്ടിത്തരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നത്. നിലമ്പൂരിന്റെ മനസ്സിൽ എന്തെന്നറിയാൻ നമുക്ക് 23-ാം തീയതി പെട്ടി തുറക്കുന്നത് വരെ കാത്തിരിക്കണം. എന്നാൽ ടൗണിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴും അതേപോലെ ഒരു കടൽ പോലെ ആകാശം മേഘാവൃതമാണ്. മഴ പെയ്തു തുടങ്ങുന്നു. ചാറ്റൽ മഴയുടെ അകമ്പടിയുണ്ട്. നേരത്തെ നല്ല മഴയായിരുന്നു. ആ മഴയിലും ചോരാത്ത ആവേശമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. നിലമ്പൂർ മണ്ഡലത്തിലൂടെ പി വി അൻവറിന്റെ റോഡ് ഷോ കടന്നു പോകുന്നു. നിലമ്പൂരിന്റെ ആകാശ ദൃശ്യങ്ങൾ പാലത്തിലൂടെ റോഡ് ഷോ പോകുന്നത് അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീപക് മലയമ്മ, തുടരാം. തേക്കിന്റെ മണ്ണുകൂടിയാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. കാരിരുമ്പിന്റെ കരുത്തുള്ള തേക്കുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. അത്തരത്തിൽ കാരിരുമ്പിന്റെ കരുത്തോടു കൂടി തന്നെയാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കരിമ്പുഴ കടന്ന് ചുങ്കത്തറയിലേക്ക് അടുക്കുന്ന സമയത്ത് മഴ എത്തുകയാണ്. മഴയെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. യൂസഫ് പത്താനും പി വി അൻവറും മുന്നിലുള്ള തുറന്ന വാഹനത്തിൽ നിന്ന് നയിക്കുന്നു.